മോർണിംഗ് വൈബാണ് കേട്ടോ. അപ്പോൾ പോയാലോ? ചെറിയ റൈഡ് നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്തന്നെ ബീച്ചിൽ. ഇതാണ് എൻ്റെ നാട്, കൂട്ടായി എന്ന ഗ്രാമം, കടൽ തീരം. തീരദേശത്തെ ഈ റോഡ് കൂട്ടായി ആശാമ്പടി മുതൽ കൂട്ടായി വാടിക്കൽ വരെയാണ്. 2.5 കിലോമീറ്റർ മാക്സിമം. സുന്ദരമായ കടൽ തീരം, അതിനോട് ചേർന്നുള്ള ഈ റോഡ് അതിലും സുന്ദരമായ കാഴ്ചകൾ നൽകുന്നുണ്ട്. തീരദേശത്ത് കാൽപന്ത് കളികളിൽ വിസ്മയം തീർക്കുന്ന ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുന്ന മൈതാനങ്ങളാണ് ഈ കാണുന്നത്. നമ്മളീ പോകുന്ന ഈ ഒരു 2.5 കിലോമീറ്ററിൽ ഒരുപാട് കളിക്കളങ്ങൾ കാണാൻ പറ്റും. ഈ കാണുന്ന മൈതാനത്ത് കളിച്ചു വളർന്ന ഒരുപാട് ക്ലബ്ബുകൾ നമുക്കറിയാം. സാഗർ കൂട്ടായി, ലാൻഡ് ബീച്ച് കൂട്ടായി, ഗോൾഡ് സ്റ്റാർ കൂട്ടായി, യുവതാര കൂട്ടായി, സ്റ്റാർ ഓഫ് കൂട്ടായി, ബ്രദേഴ്സ് ക്ലബ്, ന്യൂ ചലഞ്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഈ നാടിൻ്റെ പന്ത് കളിയോടുള്ള മുഹബത്ത് എത്ര പറഞ്ഞാലും തീരൂല. അത്രയും മുഹബത്താണ് കാൽപന്ത് കളിയോട്. കടലും കണ്ട് ഈ കാറ്റും കൊണ്ട് ബൈക്കിൽ ഇങ്ങനെ പതുക്കെ പോകാനുണ്ടല്ലോ, ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഫ്രീ കിട്ടുന്ന ടൈം ഒന്നില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ബൈക്ക് എടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോവുക, ആ കാറ്റും കൊണ്ടിട്ട്. എൻ്റെ നാടിൻ്റെ ഈ ഭംഗി എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറ് എൻ്റെ പ്രവാസ ജീവിതത്തിലാണ്. അതെല്ലാ പ്രവാസികൾക്കും അങ്ങനെ തന്നെയായിരിക്കും. സ്വന്തം നാടും വീടും കൂട്ടുകാരും അതെപ്പോഴും അത് ഓർമ്മയായിരിക്കും. പ്രകൃതിയാൽ സുന്ദരമാണ് നമ്മുടെ നാട്. ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ കടൽ തീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന
ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കടൽ തീരത്ത് കുന്നുകൂടുന്നുണ്ട്. അത് തീരത്തിൻ്റെ ഭംഗിയെയും പ്രകൃതിയെയും നശിപ്പിക്കുന്നൊരു പ്രവണതയാണ്. നമ്മൾ വേസ്റ്റ് തള്ളുന്നൊരു സ്ഥലമായിട്ട് കടലിനെ കാണുന്നത് കടൽ തീരത്തെയും. കടൽ നമുക്ക് ഒരു ജീവിത മാർഗമാണ്. നമ്മുടെ നാട്ടിലെ 99% ആൾക്കാർ കടലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കടലിൽ നമുക്ക് തരുന്നുണ്ട്. തിരിച്ച് കടലിന് ആവശ്യമില്ലാത്തതൊന്നും കടലിൽ നമ്മൾ കൊടുക്കണ്ട. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുക ചങ്ങായിമാരുടെ കൂടെ മുംബൈക്കാൻ്റെ ഗസലും കേട്ടിട്ട് ആ ഒരു ഫീല് ലോകത്തിൻ്റെ എവിടെ പോയിരുന്നു കഴിഞ്ഞാലും കിട്ടൂല.